ബ്രസീൽ മാത്രമല്ല ഇന്ത്യയോട് കളിക്കാൻ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഒപ്പം കബോ വെർദയും ഉറുഗ്വേയും എത്തുന്നു. വരാനിരിക്കുന്ന ഇന്റർനാഷണൽ വിൻഡോയിൽ ബ്രസീൽ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു മത്സരം മാത്രമല്ല, അതിനോടൊപ്പം 2 ഫ്രണ്ട്ലി കൂടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില മാധ്യമങ്ങൾ വഴി പരക്കുന്ന ഒരു റൂമർ എന്ന് പറയുന്നത് അതിൽ കബോ വെർദെ അതേപോലെ ഉറുഗ്വേ ഈ 2 ടീമുകളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കല്യാൺ ചൗബെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ടീമിനെ കൂടി നമ്മൾ ഈ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി വിൻഡോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഒന്നെങ്കിൽ ഉറുഗ്വേയോ അല്ലെങ്കിൽ കബോ വെർദെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള റൂമറുകൾ വരുന്നുണ്ട്. എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ വരുമ്പോഴും ഭയങ്കര വിഷമം നിറഞ്ഞ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ബ്രസീൽ വരുന്നതിന്റെ ഭാഗമായിട്ടും അതേപോലെ ഈ ഒരു ഫ്രണ്ട്ലി വിൻഡോയുടെ ഭാഗമായിട്ടും ഇന്ത്യ അസിയാന കപ്പിൽ നിന്ന് അങ്ങ് പിന്മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ മികച്ച തീരുമാനമായി പോയത്. നമ്മൾ ഓൾറെഡി ബ്രസീൽ വേണോ അതോ അസിയാന കപ്പ് വേണോ എന്നുള്ള ചർച്ചയൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ആ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നത് അസിയാന കപ്പ് മതി എന്നുള്ളതായിരുന്നു. കാരണം ബ്രസീലുമായിട്ടുള്ള ഇന്ത്യയുടെ മത്സരം എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി മത്സരമാണ്. ആ മത്സരം നമുക്ക് വേണമെങ്കിൽ അടുത്ത വിൻഡോയിലോ അതിന്റെ അടുത്ത വിൻഡോയിലോട്ടോ ഒക്കെ നമുക്ക് മാറ്റാനും അല്ലെങ്കിൽ അവരുമായിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി മറ്റൊരു വിൻഡോയിൽ നടത്താവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ അസിയാന കപ്പ് അതല്ല. ഫിഫ നേരിട്ട് നടത്തുന്ന ഫിഫയുടെ അണ്ടറിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് ബ്രസീലിനെ വിളിച്ച് ഇവിടെ ഒരു ഫ്രണ്ട്ലി കളിപ്പിക്കുന്നത് കൊണ്ട് AIFF എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. സോ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ എന്താണ് ചിന്തിക്കുന്നത്, സോ അവർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ബ്രസീലായിട്ടുള്ള മത്സരം നല്ലതാണ്, കാരണം നമ്മുടെ പ്ലെയേഴ്സിനൊക്കെ കൂടുതൽ എക്സ്പോഷർ കിട്ടും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് ബ്രസീൽ വരുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്ത തീരുമാനം വളരെ 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 തെറ്റ് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.